Hi, back to the classes. Last class we have seen management process school, right? And today you are going to see the human behavior school. Clear? So what is human behavior school? The human behavior school takes into consideration the psychological factors, clear, underlying the human behavior. The human behavior human behavior school ഹ്യൂമൻ ബിഹേവിയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അവിടെ എങ്ങനെയാ വെച്ചാൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മാനേജിങ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഓഫ് ദ പീപ്പിൾ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ക്ലിയർ? കാരണം നമുക്കറിയാം ഇന്റർപേഴ്സണൽ റിലേഷൻസ് ഓഫ് ദ പീപ്പിൾ ആണ് ആ സിമെന്റിങ് ഇഫക്റ്റ്. ക്ലിയർ? ദാറ്റ് ബിൽഡ്സ് ദം ടുഗെദർ. അപ്പോൾ ഒരു ഗോൾ അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ എന്തായാലും ആ ഒരു സിമെന്റിങ് എഫക്റ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടാവണം. ഇതിന്റെ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് എൽട്ടൺ മായോ, മേരി പാർക്കർ ഫോളറ്റ്, ഡൗഗ്ലസ് മെക്ഗ്രിഗർ, റോത്സ്ലിറ്റ്സ്ബർഗർ, കേറ്റ് ഡേവിസ് എക്സെട്ര. ക്ലിയർ? എൽട്ടൺ മായോ, മേരി പാർക്കർ ഫോളറ്റും ഡൗഗ്ലസ് മെക്ഗ്രിഗറെ കുറിച്ചൊക്കെ നമ്മൾ മോട്ടിവേഷൻ ആ ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഒരു സ്കൂളിന് സൈക്കോളജിസ്റ്റ് ലൈക്ക് മാസ്ലോ, ഹേഴ്സ്ബർഗ്, മാക്ലെലൻഡ് അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നീഡ് ഹൈറാർക്കി തിയറി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങളെന്നറിയില്ല. എനിവേ യു ആർ ഗോയിങ് ടു സ്റ്റഡി. അപ്പം എപ്പോഴും ഒരു എൽട്ടൺ മായോ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഹാർവാർഡ് സ്കൂൾ ഓഫ് ബിസിനസ്സിൽ ഒരുപാട് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തു. ആ എക്സ്പെരിമെന്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഹോത്തോൺ എക്സ്പെരിമെന്റ്സ്. ഈ ഹോത്തോൺ എക്സ്പെരിമെന്റ്സ് ആണ് ഹ്യൂമൻ ബിഹേവിയർ സ്കൂളിന്റെ ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്തത്. ക്ലിയർ? അപ്പോൾ ഹോത്തോൺ എക്സ്പെരിമെന്റ് സ്കൂളിൽ എംപ്ലോയീസിനെ എങ്ങനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യിക്കാം എന്നുള്ളതാണ് സ്റ്റഡി ചെയ്തത്. ക്ലിയർ? അപ്പോൾ ഈ ഒരു സ്റ്റഡിയിൽ സോഷ്യൽ ഫാക്ടേഴ്സും പ്രൊഡക്ടിവിറ്റിയും തമ്മിൽ ഭയങ്കര റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂടുന്തോറും പ്രൊഡക്ടിവിറ്റി കൂടുന്നതായിട്ട് കണ്ടെത്തി. ക്ലിയർ? അപ്പോൾ സോഷ്യലി ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡ്, എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയിയുടെ എൻജോയ്മെന്റ്, അതൊക്കെ പ്രൊഡക്ടിവിറ്റി ആയിട്ട് വളരെ ലിങ്ക്ഡ് ആണെന്നുള്ളതാണ് ഹ്യൂമൻ ബിഹേവിയർ സ്കൂളിൽ നമ്മൾ കാണുന്നത്. ക്ലിയർ? ഈ ഒരു സ്കൂളിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ്. ന്യൂമറസ് ആയിട്ടുള്ള ഇന്ററാക്ടിങ് പാർട്സ് ഉണ്ട് ഈ ഒരു സ്കൂളിൽ. Apart from economic needs, the employees have other social and psychological needs such as recognition, affiliation, appreciation, etc. അതായത് എക്കണോമിക് നീഡ്സ് മാത്രമല്ല എംപ്ലോയീസിന് വേറെ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സും ഉണ്ട്. അതായത് റെക്കഗ്നിഷൻ ഉണ്ട്, അഫിലിയേഷൻ, അപ്രിസിയേഷൻ എക്സെട്ര. ഈ ഒരുപാട് നീഡ്സ് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഈ ഒരു നീഡ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ആണ്. സോ ഈ ഒരു ഓർഗനൈസേഷന്റെ നമ്മൾ എപ്പോഴും പറയണ പോലെ എക്കണോമിക് നീഡ്സ് മാത്രമല്ല ഒരുപാട് അതർ നീഡ്സും കൂടിയും ഒരു എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനുണ്ട്. ഇത് മാത്രമല്ല ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ് ഒരു മേജർ ഫോഴ്സ്. അതായത് the group determines the norms or behavior for the group members and thus exercise a great influence on attitudes and behavior. എപ്പോഴും ഗ്രൂപ്പിലുള്ള ഡൈനാമിക്സ് ഒരു മേജർ ഫോഴ്സ് ആണ്. ഗ്രൂപ്പിൽ ഡൈനാമിക്സ് ഉണ്ടാവണമെങ്കിൽ ഗ്രൂപ്പിൽ നല്ല റാപ്പോ ഉണ്ടാവണം, കോപ്പറേഷൻ ഉണ്ടാവണം. വെൻ there is a need for cooperation, there must be a good atmosphere. അപ്പോൾ ആ ഒരു ഗുഡ് അറ്റ്മോസ്ഫിയറിന് സൈക്കോളജിക്കൽ നീഡ്സും സോഷ്യൽ നീഡ്സും ഒക്കെ ഒരു ഫാക്ടറാണ്. അതൊക്കെ ഉണ്ടായാൽ മാത്രമേ ഓർഗനൈസേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? ഇപ്പൊ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പീപ്പിളാൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ മാനേജേഴ്സ് എന്താ പറയണത്? മാനേജേഴ്സ് ഹ്യൂമൻ റിലേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ ഈ ഒരു സ്കൂള് സോഷ്യൽ സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. എക്കണോമിക് നീഡ്സിനേക്കാളും കൂടുതൽ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് ഒരു ഓർഗനൈസേഷൻ ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു. ഗ്രൂപ്പ് ഡൈനാമിക്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു. ആൻഡ് മാനേജേഴ്സ് ഹ്യൂമൻ റിലേഷൻസ്
നന്നായിട്ട് മനസ്സിലാക്കണം. കാരണം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സും കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ക്ലിയർ? ആൻഡ് മാനേജ്മെന്റ് മസ്റ്റ് സ്റ്റഡി ദ ഇന്റർപേഴ്സണൽ റിലേഷൻ. മാനേജ്മെന്റ് ഹ്യൂമൻ നീഡ്സ് മാത്രമല്ല, അവർ തമ്മിലുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സും കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഗ്രേറ്റർ പ്രൊഡക്ഷൻ ആൻഡ് ഹയർ മോട്ടിവേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ഓൺലി ത്രൂ ഗുഡ് ഹ്യൂമൻ റിലേഷൻസ്. ഇപ്പോൾ പ്രൊഡക്ഷനും ഹയർ മോട്ടിവേഷനും അച്ചീവ് ചെയ്യണമെങ്കിൽ നല്ല ഹ്യൂമൻ റിലേഷൻസ് വേണം. ക്ലിയർ? ശരിക്കും ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു മാനേജ്മെന്റിൽ എൽട്ടൺ മയോന്റെ കോൺട്രിബ്യൂഷൻ. അതുവരെ കുറേയൊക്കെ ഒരു മെക്കാനിക്കൽ മെഷീൻസ് ഒക്കെ ആയിട്ടാണ് ഹ്യൂമൻ ബീങ്സിനെ കൺസിഡർ ചെയ്തിരുന്നത്. കാരണം സയൻസുമായി റിലേറ്റ് ചെയ്ത ആൾക്കാരാണ് FW ടൈലറും പിന്നെ ഫയോളും ഒക്കെ. അപ്പൊ അവരൊക്കെ പ്രൊപ്പൗണ്ട് ചെയ്ത പ്രിൻസിപ്പിൾസിൽ ഹ്യൂമൻ എലമെന്റ് വളരെ കുറവായിരുന്നു. ആ ഒരു ആവശ്യകത വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് എൽട്ടൺ മയോ ആ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്തത്. ക്ലിയർ? സോ മാനേജേഴ്സ് ഷുഡ് തിങ്ക് ഇൻ ടേംസ് ഓഫ് ഗ്രൂപ്പ് പ്രോസസ്. ഗ്രൂപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഗ്രൂപ്പ് റിവാർഡ്സ് കൊടുക്കണം, ഒരിക്കലും ഇൻഡിവിജ്വൽ റിവാർഡ്സ് അല്ല. ക്ലിയർ? ഇൻഡിവിജ്വൽ വർക്കേഴ്സ് എന്ന് പറയുന്നേക്കാളും ഗ്രൂപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇത്രയൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പറയണത്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ലിമിറ്റേഷൻസ്. ഇപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് ആണ് കണ്ടത്, ഇനി ലിമിറ്റേഷൻസും കൂടി ഉണ്ട്. ക്ലിയർ? ക്രിറ്റിസിസംസ് ആർ ദർ. ക്ലിയർ? അപ്പോൾ ക്രിറ്റിസിസംസിനെ കുറിച്ച് പറയുമ്പോൾ യു ഹാവ് മെനി ക്രിറ്റിസിസംസ്. ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ട്. അപ്പോൾ ഓരോ ക്രിറ്റിസിസംസ് ആയിട്ട് looking into the criticisms, though the study of human behavior, the work is very important. Workplace is very important. Workplace വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അപ്രോച്ചിനും ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ട്. ക്ലിയർ? ഒരു മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് ഹ്യൂമൻ ബിഹേവിയറിൽ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യണു. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ലിമിറ്റ്സ് ദ സ്കോപ്പ് ഓഫ് ദ മാനേജ്മെന്റ്. റൈറ്റ്? അപ്പൊ സയൻസ് ഓഫ് ദ അതാണ് ആദ്യത്തെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. അതാണ് ഈ സയൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറിൽ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യണു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ദിസ് വിൽ ലിമിറ്റ് ദ സ്കോപ്പ് ഓഫ് ദ മാനേജ്മെന്റ്. റൈറ്റ്? സോ വേറെയും ഒരുപാട് അതർ ഏരിയാസ് ഉണ്ട്. മാനേജ്മെന്റിന് ഇനി വെറും ഹ്യൂമൻ ബിഹേവിയർ മാത്രം നോക്കിയാൽ പോരാ, ഒരുപാട് അതർ ഏരിയാസ് മാനേജ്മെന്റിനുണ്ട്. അപ്പൊ അതിനൊക്കെ മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ ആദ്യം കാണുന്ന ഒരു ഇത്. ഇനി ഹ്യൂമൻ ബിഹേവിയറിലുള്ള ഒരു ഇഷ്യൂ എന്താ വെച്ചാൽ, ഇറ്റ് ഗിവ്സ് എക്സസ് സ്ട്രെസ് ഓൺ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ക്ലിയർ? എക്സസ് ആയിട്ടുള്ള സ്ട്രെസ് ആണ് സോഷ്യൽ ഫാക്ടേഴ്സിനും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനും. അപ്പൊ ആക്ച്വൽ പ്രാക്ടീസ് അങ്ങനെയല്ല. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മോട്ടിവേറ്റിംഗ് ദ എംപ്ലോയീസ്. അപ്പൊ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ സോഷ്യലും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനാണ് ഹ്യൂമൻ ബിഹേവിയർ സ്കൂൾ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷെ ആക്ച്വലി സ്പീക്കിംഗ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആണ് ഒരു ക്രൂഷ്യൽ റോൾ. അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ് ഇതിന് വരുന്ന വേറൊരു ലിമിറ്റേഷൻ. ക്ലിയർ? ആൻഡ് ഇവിടെ ഒരു നെഗറ്റീവ് വ്യൂ ഉണ്ട്. ഓർഗനൈസേഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ഗോൾസ്. നമ്മളോട് പറയുന്നത് എന്താ? ഗ്രൂപ്പ് ഗോൾസിനാണ് ഇമ്പോർട്ടൻസ്, അല്ലെ ഗ്രൂപ്പ് ഡൈനാമിക്സിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഗോൾസിന് ഇമ്പോർട്ടൻസ് കുറവാണ്. പക്ഷേ പിന്നെ എപ്പോഴും നമ്മൾ പറയുമ്പോൾ എന്താ പറയുക, ഹ്യൂമൻ ബിഹേവിയർ സ്കൂളിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് മറികടക്കണം. എപ്പോഴും ഇൻഡിവിജ്വൽ ഗോൾസ് അച്ചീവ് ചെയ്യണത് ആണ് നമ്മൾ ഓർഗനൈസേഷനായിട്ട് ട്രാൻസ്ഫോം ചെയ്യുക, അല്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും പറയണത് ഇൻഡിവിജ്വൽ ഗോൾസും അച്ചീവ് ചെയ്യണം, അതിനോടൊപ്പം ഓർഗനൈസേഷൻ ഗോൾസും അച്ചീവ് ചെയ്യണം. അപ്പൊ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം ഇന്നവേറ്റീവ് ഐഡിയാസ് എപ്പോഴും വരിക ഇൻഡിവിജ്വൽ ഗോൾസിലാണ്, അല്ലെ? ഒരാളുടെ ചിന്തയിലാണ് ഇന്നവേഷൻ വരിക. അപ്പൊ ആ ഇൻഡിവിജ്വൽ ഗോൾസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ മാത്രമേ ഇന്നവേറ്റീവ് ഐഡിയാസ് വരുള്ളൂ. ഇന്നവേറ്റീവ് ഐഡിയാസ് ഇല്ല എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ ഗോൾസിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ക്ലിയർ? അതും ഒരു നെഗറ്റീവ് വ്യൂ ആയിട്ട് വന്നു. ഇൻഡിവിജ്വൽ ഗോൾസിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല എന്നുള്ളത്. ക്ലിയർ? ഇനി ഹ്യൂമൻ ബിഹേവിയർ സ്കൂള് ഹോത്തോൺ എക്സ്പെരിമെന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്ന് പറഞ്ഞു. ഹോത്തോൺ എക്സ്പെരിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ക്ലിനിക്കിൽ, ഐ മീൻ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ നടന്ന ഒരു സംഭവമാണ് ഹോത്തോൺ എക്സ്പെരിമെന്റ്.
നമ്മൾ എന്തായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹോത്തോൺ എക്സ്പെരിമെന്റിന് ക്ലിനിക്കലാണ്, അതായത് അത് കുറെ ആൾക്കാരിലല്ല കണ്ടെത്തിയത്. ഐ മീൻ കുറെ ആൾക്കാരിലാണ് കണ്ടെത്തിയത് വെച്ചാലും ഒരു നല്ലൊരു ഓർഗനൈസേഷൻ എൻവയൺമെന്റിലല്ല, ഒരു ക്ലിനിക്കൽ ബേസ്ഡ് ആണ്. ഇറ്റ് ഈസ് നോട്ട് സയന്റിഫിക്. ഒരു സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി ഒന്നും ആയിരുന്നില്ല ഹോത്തോൺ എക്സ്പെരിമെന്റ് എന്നുള്ളതാണ് വേറൊരു ക്രിറ്റിസിസം ആയിട്ട് ആക്ട് ചെയ്തത്. ക്ലിയർ? ആൻഡ് സ്കൂളില് ഈ ഒരു ഹ്യൂമൻ ബിഹേവിയർ സ്കൂളിൽ ഇന്റർപേഴ്സണൽ റിലേഷൻസ് ആണ് കൂടുതലുള്ളത്, റൈറ്റ്? അപ്പൊ ഇന്റർപേഴ്സണൽ റിലേഷൻസിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, ആൻഡ് ഇൻഫോർമൽ റിലേഷൻസ്. അപ്പൊ ഇത് രണ്ടും അല്ല, ശരിക്കും സോഷ്യോ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ട്രക്ചറൽ ആൻഡ് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദ ജോബിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ടെക്നിക്കൽ ആസ്പെക്ട് നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റൂ, അല്ലെ? ആ ടെക്നിക്കൽ ആസ്പെക്റ്റിന് ഇവിടെ ഒരു ഇമ്പോർട്ടൻസും കൊടുത്തിരുന്നില്ല. ഇനി ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്. പക്ഷെ ആക്ച്വൽ പ്രാക്ടീസിൽ ഗ്രൂപ്പും ഗ്രൂപ്പ് നോംസും, അതായത് ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യണ അതിന്റെ നോംസ് ഒക്കെ ചെറിയ ഇൻഫ്ലുവൻസേ ഉള്ളൂ ഓർഗനൈസേഷൻ ഫങ്ഷൻസിൽ. ക്ലിയർ? അപ്പൊ ഇത്രയൊക്കെയാണ്. അപ്പൊ കൂടുതൽ സ്ട്രെസ് ഹ്യൂമൻ എലമെന്റിന് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ക്രിറ്റിസിസം ആയിട്ട് ആക്ട് ചെയ്യണത്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ദിസ് ഹ്യൂമൻ ബിഹേവിയർ സ്കൂൾ ആക്റ്റഡ് വെരി ഇഫക്റ്റീവ്ലി, ഐ മസ്റ്റ് ടെൽ. ഇഫക്റ്റീവ് ആയിട്ടാണ് ഹ്യൂമൻ ബിഹേവിയർ സ്കൂള് ആക്ട് ചെയ്തിരുന്നത്. ഹ്യൂമൻ ബിഹേവിയർ സ്കൂളിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്, കാരണം ഇന്ന് HR ഡിപ്പാർട്ട്മെന്റ് വരെ ആയിട്ടുണ്ട്. And tomorrow we'll see with the social system school and the decision theory school, right?